ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു നാടൻ കറിയാണ് കേട്ടോ. ചെമ്മീനും കായിട്ടിട്ടുള്ളൊരു കറി, വറുത്തരച്ചിട്ടുള്ളൊരു കറി. നമ്മുടെ നാട്ടിലെല്ലാം ഇത് ഉണ്ടാക്കാറുണ്ട്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാനിത് പഠിച്ചത്. ആകെ കൂടെയുള്ളൊരു മെനക്കേടെന്ന് പറയുന്നത് ഈ നാളികേരം വറുത്തെടുക്കുന്നതിനാണ് നമുക്ക് സമയം കൂടുതലായിട്ട് വേണ്ടു. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് കഴിയുന്നോളും. നാളികേരം വറുത്തെടുക്കുമ്പോൾ അത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അതാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നാളികേരത്തിൻ്റെ കൂടെ ഞാൻ ഇവിടെ കുഞ്ഞുള്ളിയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇതെല്ലാം ഇട്ടിട്ട് ആണ് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നാളികേരം വറുക്കുന്ന പരിപാടി തീർത്ത് വയ്ക്കാം. അതിനുശേഷം കായ ഇതേപോലെ തൊലിക്കഴിഞ്ഞ് കട്ട് ചെയ്തത്, കുഞ്ഞുള്ളി ഇതേപോലെ കഷ്ണങ്ങളായി കട്ട് ചെയ്തത്, ഇഞ്ചി, പച്ചമുളക്, ഇത്രയാണ് വേണ്ടത്. നാളികേരം ഇതേപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം കായ ഇട്ട് കൊടുക്കുക. പിന്നെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ, നമ്മളുടെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ ഇടുക. പിന്നെ ഉപ്പിടുക. നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് എടുത്ത് ഒഴിച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പം തന്നെ ഒരു 90% പണി നമ്മളുടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് പുളിവെള്ളമാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടത്, അതിൻ്റെ വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അതും കൂടി ആയ സംഭവം സെറ്റാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ചിട്ടങ്ങ് നന്നായി അങ്ങ് തിളപ്പിച്ചെടുക്കാം. ഞാനിതിനകത്ത് ഉലുവ ഇടാൻ മറന്നുപോയി. ഞാനിപ്പോൾ ഉലുവ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉലുവ അത്ര മതി. അപ്പോൾ ഇത് നന്നായി തിളക്കട്ടെ കേട്ടോ. അത് ഇതേപോലെ ഇങ്ങനെ തിളച്ച് വരട്ടെ. തിളച്ചത് ലാസ്റ്റ് അതിൽ നിന്ന് അതിൻ്റെ എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഒരു പാകമുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കുഞ്ഞുള്ളി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില ഇത് ആഡ് ചെയ്ത് നന്നായി അങ്ങ് മൂപ്പിച്ചെടുത്തിട്ട് എന്താ കറിയിലോട്ട് ഒഴിക്കുക. കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. എത്ര ഈസിയാണല്ലേ. നിങ്ങളുടെ നാട്ടിൽ ഇതേപോലത്തെ ചെമ്മീൻ കറിയാണോ ഉണ്ടാക്കാറുള്ളത്? ചെമ്മീൻ്റെ കൂടെ കായ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ. നിങ്ങൾ ഇതേപോലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വരെ എൻ്റെ കത്തി കേട്ട് സഹിച്ചതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ ട്രൈ ചെയ്യാം കേട്ടോ.